ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മിസ്സേ, എനിക്ക് ജീവിതം തന്നെ മടുത്തുപോയി. ഇത്രയും എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ആദ്യം എന്നെ സൗദിയിലേക്ക് കൊണ്ടുവരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മിസ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ വാച്ച് ചെയ്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ജോബിന് വേണ്ടി ട്രൈ ചെയ്യായിരുന്നു. ഹസ്ബൻഡ് അപ്പോഴും റെഡി ആയിരുന്നില്ല എന്നെ ഒരു വിസ എടുത്ത് കൊണ്ടുവരാൻ. അവിടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ എനിക്കാണെങ്കിൽ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ഇങ്ങനെ മിസ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഹസ്ബൻഡിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു വിസിറ്റ് വിസ എടുത്തിട്ട് വാ, നമുക്കൊന്ന് ട്രൈ ചെയ്യാലോ എന്നുള്ളത്. അങ്ങനെ ആളിവിടെ വിസിറ്റ് വിസയിൽ വന്നിരിക്കുകയാണ്. ആളിപ്പോൾ ഉള്ളത് നമ്മുടെ ജുബൈലിലാണ്, സൗദി ജുബൈലിലാണ് ആളിരിക്കുന്നത്. ഇതുവരെ ജോബൊന്നും ആയിട്ടില്ല. ഇതാണ് ആളുടെ ഒരു വിഷമം. അപ്പം ഞാൻ ആളെടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ഒരു വിസിറ്റ് വിസയിൽ വന്നിട്ട് ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തു? മിസ്സിൻ്റെ വീഡിയോസ് ഒരുപാട് വാച്ച് ചെയ്തു, ബട്ട് എനിക്കൊന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അന്നേരം ഞാൻ ചോദിച്ചു, അതിനുവേണ്ടി നിങ്ങൾ എന്ത് പണിയെടുത്തു? അപ്പോൾ അവർക്കൊന്നും പറയാനില്ല. ആള് മാസ്റ്റർ ഡിഗ്രി മാത്തമാറ്റിക്സിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ടീച്ചറാണ്. ടീച്ചർക്ക് ഇതുവരെ പഠിച്ചില്ലേ, ഇനിയിപ്പോൾ എന്താ ടീച്ചറെ, ഇനി എനിക്ക് പഠിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ നമുക്ക് ജോബ് കിട്ടില്ല. ഇപ്പോൾ ഡിഗ്രി ഉള്ളവരും മാസ്റ്റർ ഡിഗ്രി ഉള്ളവരൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. നമ്മൾ വന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ വർക്ക് പ്ലേസിലേക്കാണ്. ഇവിടെ ഒരു ഡിഗ്രി കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി കാൻഡിഡേറ്റിനെ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാൽ ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും വെച്ചുകൊണ്ട് തന്നെ നമുക്കും നല്ല പോസ്റ്റുകളിൽ എത്താൻ പറ്റും. ഓരോ വീഡിയോയിലും നമ്മൾ ഇതാണ് പറയുന്നത്. ബട്ട് അത് നമ്മൾ ഒരിടത്ത് ഇരുന്നിട്ട് കരഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതിലേക്ക് എത്താൻ എന്ത് പണിയെടുക്കണം അത് നിങ്ങൾ എടുത്തേ പറ്റൂ. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് ഞാനൊന്നും ആയില്ല എന്ന് കരഞ്ഞാൽ ലൈഫ് ടൈം മൊത്തം നമ്മൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ മതിയോന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുക. എനിക്ക് എന്ത് മാറ്റമാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? എൻ്റെ കയ്യിലിപ്പോൾ എന്താണുള്ളത്? ഒരു ഇൻ്റർനാഷണൽ ജോബ് കിട്ടാൻ. അത് വെച്ചിട്ട് എനിക്ക് പെട്ടെന്നൊരു ജോബ് കിട്ടുമോ? അതില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഇനി എന്ത് ആഡ് ചെയ്യണം? ഞാൻ എന്തെല്ലാം ചെയ്യണം? കാരണം നമ്മുടെ നാട്ടിലെ പോലെയല്ല. നാട്ടിൽ നമ്മൾക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PhD ഒക്കെ കഴിഞ്ഞ ആൾക്ക് ജസ്റ്റ് ഒരു CV-യിലൊക്കെ എഴുതിയിട്ട് അങ്ങ് പോയാൽ PhD ജോബ് കിട്ടി. ഇവിടെ അത് നടക്കൂല. ഇവിടെ അതിന് ആ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസും കൂടെ അവർ നമ്മളടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹൈലി ക്വാളിഫൈഡ് ആണ്, നിങ്ങളടുത്ത് അതിനുള്ള സർട്ടിഫിക്കറ്റും ഉണ്ട്, നേരെ ജോബിന് വേണ്ടി ഇൻ്റർവ്യൂവിന് പോകുന്നു. അവർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കാണുകയല്ല വേണ്ടത്, അതിൻ്റെ ഒരു പെർഫോമൻസ് നിങ്ങളിലൂടെ അവർക്ക് കാണണം. കാരണം അവരുടെ കമ്പനിയിലെ സ്കൂളിലെ ആ ഒരു വർക്ക് എടുത്തിട്ട് അവർ തരുന്ന സാലറിയിലും കൂടുതൽ പണിയെടുക്കുന്ന ഒരു എംപ്ലോയിയാണ് എല്ലാ എംപ്ലോയറും പ്രിഫർ ചെയ്യുക, അല്ലേ? അവർ നമുക്ക് ക്യാഷ് തരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ അവിടെ പണിയെടുക്കേണ്ടി വരും. അതിപ്പോൾ നമ്മളൊക്കെ പറയും ജോബ് കിട്ടി വളരെ ഹാപ്പി. ജോബ് കിട്ടിയാലും നമുക്ക് പണിയെടുത്തെങ്കിൽ തന്നെയാണ് നമുക്ക് സാലറിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർക്ക് പ്ലേസിലേക്കും വേണ്ടി നമ്മൾ മാറണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് കരഞ്ഞാൽ നമുക്ക് കരഞ്ഞിരിക്കാനേ ടൈമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈവനിങ്ങിൽ നമ്മളൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യൻ ടൈം 8 o'clock ആ മീറ്റിംഗ്. അപ്പം ഇതുപോലെ ഇനിയും ഒരു ജോബും ആയില്ല, ഹസ്ബൻഡ് വളരെ ബുദ്ധിമുട്ടി എന്നെ ഗൾഫിലേക്ക് കൊടുന്നു അങ്ങനെ പറയുന്നവരോട്, ഇനി നാട്ടിലിരുന്നു കൊണ്ട് എൻ്റെ ഹസ്ബൻഡോ ആരും എനിക്ക് ഗൾഫിലില്ല, ഇവിടെ എനിക്ക് കിട്ടുന്ന സാലറി 25,000 30,000 ഇന്ത്യൻ റുപ്പീസ് ആണ്, ലൈഫ് മടുത്തു എന്ന് പറയണ്ട. മടുത്തു എന്ന് പറയാൻ നമുക്ക് വളരെ ഈസിയാണ്. നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പണിയെടുക്കണം. അത് കഴിഞ്ഞ് നല്ലൊരു ജോബൊക്കെ കിട്ടിയാൽ നമ്മളും ഹാപ്പി ആവും. അപ്പോൾ ഇനി ജോബ് കിട്ടിയാലും അവിടെ ഇരുന്നാൽ ഒരു 1 or 2 years കഴിഞ്ഞാൽ അടുത്തൊരാൾ വന്നിട്ട് നമ്മുടെ ഇത് റീപ്ലേസ് ചെയ്യാൻ നോക്കും. കാരണം എന്താണ്, അവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പണിയെടുക്കാതെ ഒരു കാര്യവും നടക്കൂല. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക. അതുപോലെ ട്രെയിനിങ് ക്ലാസ്സിനെ കുറിച്ച് എപ്പോഴും പറയുന്നതാണ്, വീണ്ടും ഇവിടെ വന്ന് പറയുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓരോ ട്രെയിനിങ്ങും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത് എങ്ങനെ നിങ്ങൾ ട്രെയിൻ ചെയ്താലാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുക. അപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ട്രെയിനിങ്
നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ കൊടുത്ത് ജോബ് കിട്ടുന്നത് വരെ അല്ല, ജോബ് കിട്ടിയിട്ട് ആ ജോബിന് അവിടെ പെർമനന്റ് ആയിട്ട് ഉറപ്പിക്കുന്നത് വരെയുള്ള ടിപ്സ് തന്നിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നെയാണ് 3 മൊഡ്യൂൾസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇനി അടുത്തത് വരുന്നതാണ് സബ്ജക്ട് ട്രെയിനിങ്. ഒരു 5-6 മന്ത് ആയി നമ്മൾ ഈ സബ്ജക്ട് ട്രെയിനിങ് എന്ന് പറയുന്നത്. ബട്ട് അതിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്ത് ഓരോ ടീച്ചേഴ്സിനോടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് ട്രെയിനിങ് തന്നെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പം മിസ്സേ ഞങ്ങൾ ഏത് ക്ലാസ് അതിൽ ഫസ്റ്റ് എടുക്കേണ്ടത്? ആദ്യം നമ്മൾക്ക് അങ്ങോട്ടൊരു എൻട്രി കിട്ടണം, നമ്മൾ അവരൊരു എംപ്ലോയി ആയിട്ട് എടുക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഈ 3 മൊഡ്യൂൾസിൽ ചെയ്ത ട്രെയിനിങ് തന്നെയാണ്. അത് ബെസ്റ്റ്, അത് ഓഫർ പ്രൈസ് തന്നെ നമ്മൾ നിങ്ങൾക്ക് തന്നു അല്ലേ, കുറേ പേർക്ക് ജോബ് കിട്ടി. അപ്പം സബ്ജക്റ്റിൻ്റെ ട്രെയിനിങ് എടുക്കേണ്ടത് ഈ ജോബ് കിട്ടിയിട്ട് അവിടെ കുറച്ചും കൂടെ ഹൈ സാലറിയിൽ അല്ലെങ്കിൽ പ്രൊമോഷനൊക്കെ കിട്ടാൻ ഒരു IGA ലെവല് ഒരു 10,000 6 to 10,000 റിയാൽ വരെ മിനിമം സാലറി കിട്ടുന്ന ഒരു ജോബിലേക്ക് എത്തിപ്പിടിക്കണം അല്ലേ. നമ്മൾ എന്തായാലും 8 hours 9 hours ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ആ ചെയ്യുന്നത് അത്യാവശ്യം സാലറിയിലൊരു സ്കൂളിലാകുമ്പോൾ അതല്ല നമുക്ക് നല്ലത്. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും കൂടെ മാസ്റ്റർ തഫിൽ, ഇനി ഡിഗ്രി ഇല്ലാത്തവർക്ക് ഡിഗ്രി പെട്ടെന്ന് എടുക്കണം, മാസ്റ്റർ ഡിഗ്രി എടുക്കണം, PhD എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. ഇങ്ങനെ കുറേ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്. എനിക്ക് പറയാനുള്ളത്, മാറാൻ നിങ്ങൾ റെഡിയാണോ? അതിനുള്ള സൊല്യൂഷൻ നമ്മൾ നിങ്ങൾക്ക് തരാം. കാരണം നമ്മൾ ഇത്രയും വർഷം ഗൾഫ് നാടുകളിൽ ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു. എൻ്റെ കരിയർ ജേണിയിൽ പറയുന്നതല്ലേ, എത്ര പ്രാവശ്യം നമ്മൾ പോകുന്നു, ഓക്കെ വി വിൽ കോൾ യു എന്ന് പറഞ്ഞ് എത്ര സ്കൂളിൽ പോയിട്ട് CV കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മെമ്പേഴ്സിനെ നമ്മൾ വിട്ടിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടെ പഠിച്ച് അതിൽ നിന്നാണ് നമ്മളിങ്ങനെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. ഈ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ളൊരു കാര്യം എന്താണ്? നിങ്ങൾക്ക് അത്രയും വർഷം അവിടെ സേവ് ചെയ്യാം. കാരണം 2007 വന്ന ഞാൻ ഒരു ബ്രിട്ടീഷ് സ്കൂൾ ടീച്ചർ എന്ന് പെർമനൻ്റ് ആവുന്നത് 2013 6 years എടുത്തു. കാരണം എന്താണ്? ആരും നമുക്ക് പറഞ്ഞു തരാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ട്രെയിനിങ്ങുകൾ, നിങ്ങൾ ഓൺലൈനിലൊക്കെ ട്രെയിനിങ്ങുകൾ കാണുന്നുണ്ടാകും. നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കാതെ അത് എടുക്കാൻ നോക്കുക. കാരണം ആ ട്രെയിനിങ് കിട്ടി പെട്ടെന്ന് ജോലി കിട്ടിയാൽ അത്രയും വർഷങ്ങൾ നിങ്ങൾക്ക് ലോസ് ആവില്ല. അതല്ലാതെ നിങ്ങൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ വെച്ചാലും പഠിക്കാൻ പറ്റും. അത് പഠിച്ചു വരുമ്പോഴേക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് വീണ്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് ഇതുപോലുള്ള ട്രെയിനിങ് ക്ലാസ്സസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഒന്നും ആയില്ല എന്നും മാറാൻ റെഡിയാണെന്നുള്ളവർ മാത്രം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യുക. മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമ്മുടെ ജോബ് ഗ്രൂപ്പ്സ്, ട്യൂഷൻ ഗ്രൂപ്പ്, കരിയർ ഗൈഡൻസ്, ട്രെയിനിങ് ഗ്രൂപ്പ്സ് എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈവനിങ് ഇന്ത്യൻ ടൈം 8 o'clock കാണാം. ബൈ ബൈ.